നമസ്കാരം, എൻ്റെ പേര് അരുൺ, PSN ഓട്ടോമൊബൈൽ സെയിൽസ് മാനേജറാണ്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് വോൾവോ ഐഷറിൻ്റെ 2095 XPT എന്ന് പറയുന്ന വാഹനമാണ്. ഐഷറിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഐഷറിൻ്റെ പേസ്റ്റഡ് ആയിട്ടുള്ള വിൻഷീൽഡ് ഗ്ലാസ് ആണ്, പെഗാസിസിൻ്റെ എംബ്ലം, അതുപോലെ തന്നെ DRL ഹെഡ് ലാമ്പ്, 3 പീസ് ബമ്പർ. വോൾവോ ഐഷർ സേഫ്റ്റിക്ക് വളരെ ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്യുവൽ പാനൽ ക്യാബിനാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഈ വാഹനത്തിന് GVW വന്നിട്ട് 11,100 കിലോഗ്രാമാണ്. എട്ടേകാല് 16 ഈ വാഹനത്തിന്റെ ടയർ സൈസ് വരുന്നത്. 27 ലിറ്ററാണ് ഹാർഡ്വുഡ് ടാങ്കിന്റെ കപ്പാസിറ്റി വരുന്നത്. 60 ലിറ്ററിന്റെ ഡീസൽ ടാങ്കാണ്. 140 HP BS6 എഞ്ചിനാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഐഷറിന്റെ ഏറ്റവും ഹെവി ആയിട്ടുള്ള ഗിയർ ബോക്സ് ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. എഞ്ചിനും ഗിയർ ബോക്സിനും ഈ വാഹനം 4 കൊല്ലം കിലോമീറ്റർ പരിധി ഇല്ലാത്ത വാറണ്ടി നൽകുന്നുണ്ട്. ഈ വാഹനത്തിന്റെ ചേസിസിനും ഹൗസിങ്ങിനും 2 കൊല്ലം കിലോമീറ്റർ പരിധി ഇല്ലാത്ത വാറണ്ടിയാണ് നൽകുന്നത്. ഇതൊരു BS6 വാഹനമായതുകൊണ്ട് തന്നെ ഇതിന്റെ ഈഡ്സ് യൂണിറ്റ് ഒരു സിഗാർ ടൈപ്പ് ഈഡ്സ് യൂണിറ്റ് ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഈ വാഹനത്തിന് 150 CFT വരെ ബോഡി ചെയ്യാൻ സാധിക്കും. 11,100 കിലോഗ്രാമാണ് ഇതിന്റെ GVW. ഇതിന്റെ ഡോർ ഓപ്പണിംഗ് ഒരു 3 സ്റ്റേജ് ഡോർ ഓപ്പണിംഗ് ആണ്. 90 ഡിഗ്രി വരെ ഇത് ഓപ്പൺ ആക്കാൻ പറ്റും. ഒരു വാക്ക് ത്രൂ ക്യാബിനാണ് ഇതിന്റെ. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിനാണ് ഇതിന്റെ. ഇന്റീരിയറും വളരെ സ്പേഷ്യസ് ആണ്. സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സ്റ്റിയറിംഗ് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് മുമ്പോട്ടോ പുറകോട്ടോ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ സ്റ്റിയറിംഗ് ബോക്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു ഇമ്പാക്റ്റ് വരുന്ന സമയത്ത് ഒരു സ്റ്റിയറിംഗ് ബോക്സ് ഒരിക്കലും സ്റ്റിയറിംഗ് നമ്മളിലേക്ക് വരില്ല, ഇത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് പോവുക. ഈ വാഹനത്തിന്റെ ക്രൂയിസ് കൺട്രോളിന്റെ സ്വിച്ച് വരുന്ന ഈ ഭാഗത്താണ്. 40 കിലോമീറ്ററിന് നേരെ സ്പീഡിൽ നമുക്കിത് ആക്ടിവേറ്റ് ആക്കാവുന്നതാണ്. ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ക്ലസ്റ്ററാണിത്. 63ഓളം സിഗ്നൽസ് നമുക്ക് ഈ ക്ലസ്റ്ററിന്റെ അകത്ത് നമുക്ക് ലഭിക്കും. ഈ വാഹനത്തിന്റെ മറ്റൊരു പ്രത്യേകത വന്നിട്ട് ഇതിന്റെ അകത്ത് ഫ്യൂൽ കോച്ചിങ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട്. ഡ്രൈവർ വണ്ടി ഓടിക്കുന്ന സമയത്ത് തന്നെ ഡ്രൈവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഈ ക്ലസ്റ്ററിന്റെ അകത്ത് തന്നെ ലഭിക്കും. ഈ വാഹനം ഒരു AC വേരിയന്റ് ആണ്. AC എന്നത് ഓപ്ഷണലാണ്. നമ്മളൊരു അഡീഷണൽ ഫിറ്റ്മെന്റ് ആയിട്ടാണ് AC ചെയ്യുന്നത്. ACയുടെ കൺട്രോൾ സ്വിച്ച് ഈ ഭാഗത്താണ് വരുന്നത്. ലോഡിൽ പോകുന്ന സമയത്ത് 140 HP പവറും ഈ വാഹനം ഉപയോഗപ്പെടുത്തും. പവർ വേണ്ടാത്ത സമയത്ത് ഇക്കോ പ്ലസ് എന്ന മോഡുകൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ വാഹനത്തിന്റെ വിശേഷങ്ങൾ. മറ്റൊരു വാഹനത്തിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. വാഹനങ്ങളെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾക്കായി PSN ഓട്ടോമൊബൈൽസിന്റെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടെ നമുക്ക്